ചാരി, ഇവളത് എവിടെ പോയി കിടക്കുക? അടുപ്പിൽ ഒന്ന് രണ്ട് വിറക് കഷ്ണം എടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ട് എല്ലാത്തിനും എന്റെ കൈ തന്നെ വേണം. വിളിച്ചാ വിളിപ്പുറത്തുണ്ടാവൂലേ, എവിടെ പോയി കിടക്കുവാണോ? എത്ര പറഞ്ഞാലും കേൾക്കൂല. അമ്മ ഇതാരെയാ ശകാരിക്കുന്നേ? നിന്റെ ചേച്ചിയെ, അല്ലാതെ പിന്നെ ആരെയാ? എനിക്കിപ്പോ ശകാരിക്കാനും ശാസിക്കാനും അവളൊരാളല്ലേ ഉള്ളൂ. എന്നാ പിന്നെ കണക്കെ അങ്ങ് ശകാരിച്ചേക്കാന്ന് കരുതിയല്ലേ? അല്ല, നീ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അത് ശരി, കളക്ടറേറ്റിൽ പോയി കളക്ടറെ കാണാൻ മുൻകൂട്ടി അനുവാദം വാങ്ങണമെന്ന പോലെ കളക്ടറുടെ അമ്മയെ കാണാനും മുൻകൂട്ടി അനുവാദം വാങ്ങണമെന്നാണോ? ആ, എങ്കിൽ ഞങ്ങളെ പോലെ ജോലിയില്ലാത്ത മക്കൾ കുഴഞ്ഞു പോലോ അമ്മേ. നീ ഇങ്ങനെ പൊള്ളി വെച്ച വർത്താനമായി വന്നിരിക്കുന്നെങ്കിലേ നിന്നോട് സംസാരിക്കാൻ ഞാനില്ല. ഓ, എനിക്ക് അല്പം സ്വസ്ഥതയും സമാധാനവും വേണം. എന്താ അമ്മ ഇപ്പൊ ഉണ്ടായേ? ആ, അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? അമ്മ ഇപ്പൊ പഴയ അമ്മയൊന്നുമല്ല. സ്വസ്ഥതയും സമാധാനമുള്ള ഒരു ജീവിതം, അത് മാത്രമാ ലക്ഷ്യം. അങ്ങനെയുള്ളവരോട് മാത്രമേ കൂട്ടുള്ളൂ. ഓ, അപ്പൊ പറഞ്ഞു വരുന്നത് ഞാനും വലിയച്ചൊക്കെ അമ്മയുടെ സ്വസ്ഥത കളയുന്നവരാണെന്നല്ലേ? മതിയായമ്മേ, അല്ലെങ്കിലും അമ്മ ഇത് തന്നെ പറയണം. ശ്യാമേ, നീ എന്തിനാ ഇപ്പൊ വന്നത്? അമ്മയെ കാണാനും അമ്മയുടെ ക്ഷേമം തിരക്കാനുമാണോ, അതോ അമ്മയെ സങ്കടപ്പെടുത്താനോ? അമ്മേ, ഞങ്ങളുടെ സങ്കടമൊക്കെ ആരോട് അമ്മ പറയണ്ടേ? ഈ അച്ഛനോട് ചെന്ന് പറയാൻ പറ്റുമോ? പറയാൻ വാ പൊളിക്കുന്നതിന് മുന്നേ കടിച്ചു കയറാൻ നിൽക്കുവല്ലേ? ഉള്ളത് പറയാലോ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. അത് അമ്മ തന്നെ പറയാൻ വേണം. ചോദിക്ക്, എന്താ നിനക്ക് അറിയേണ്ടത്? അമ്മേ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? കുറച്ച് ദിവസങ്ങളായി പോലീസുകാരെല്ലാം നമ്മുടെ ഈ വീട്ടുമുറ്റത്തുണ്ടല്ലോ. നിങ്ങൾ എല്ലാരും കൂടി ആരെങ്കിലും കൊന്നോ? അമ്മയാണെങ്കിൽ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് ആരെയൊക്കെ പേടിച്ചിട്ടാ. എന്തൊക്കെയാ അമ്മ ഇവിടെ ശരിക്കും നടക്കുന്നേ? ആരാ അമ്മ ഈ വേലായുധൻ? അയാൾ എന്തിനാ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നേ? അമ്മ, അയാളും വിഷ്ണുവേട്ടനും തമ്മിൽ എന്താ ശത്രുത? അമ്മ തന്നെ എനിക്കിതിനെല്ലാം മറുപടി തരണം. പറയമ്മേ. മോളെ, അത് പിന്നെ അതെ ശാരദ,